ഞാൻ ദേവികയുടെ കാര്യമാ ചോദിച്ചേ. അവളെവിടെ? ആ, അവളെവിടെ വിളിച്ചിരുത്താത്ത എന്താ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അവളെവിടെ ആന്റി? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളും. അയ്യോ, അതെന്തു പറ്റി? ഇങ്ങോട്ട് വിളിക്കേ. പറഞ്ഞില്ലേ മീര, അവള് വ്രതം എടുക്കുക, അതുകൊണ്ടാ. അതുമല്ല, സെർവന്റ് കുറച്ച് മാറിയിരുന്നല്ലേ കഴിക്കേണ്ടത്. ആ അങ്കിൾ, നമുക്കങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാനും ഇത്തിരി ബിസിയായിരുന്നു. ഓക്കെ അല്ലേ ആരോഗ്യമൊക്കെ? ബലരാമൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോ കൂടെ ചോദിച്ചു എന്റെ സഹപ്രവർത്തകൻ എങ്ങനെയുണ്ടെന്ന്. എല്ലാരും എന്തെങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നെ? എനിക്കറിയാം, നേരത്തെ ഞാനൊരല്പം ഓവറായിപ്പോയി. എന്റെ സ്ഥാനത്ത് വരുമ്പോ എല്ലാരും ഇങ്ങനെ ആയിരിക്കും. നീയാണ് എന്റെ സ്ഥാനത്തെങ്കിൽ ദേഷ്യം കയറിയിട്ട് അവളെ കൊന്നേനെ. അതുമല്ല, എല്ലാവരുടെയും മുമ്പില് ഇങ്ങനെയൊക്കെ പറയാൻ ദേവികയെ സമ്മതിക്കരുത്. നിർത്തേണ്ടടുത്ത് നിർത്തണം കേട്ടോ ആന്റി. ഓ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അവളെ പറഞ്ഞത്. ഹലോ ശാരികെ. ആ മീര ചേച്ചി പോയോ അവിടുന്ന്? പോയിട്ടില്ല, നാളെ പോകുന്നു തോന്നുന്നു. ചേച്ചി ധൈര്യമായിട്ടിരുന്നോ, എന്ത് വന്നാലും അനങ്ങരുത്. ഞാൻ കട്ട സപ്പോർട്ടാ. അതിന് നന്ദു ഉണ്ടല്ലോ ഇവിടെ. ഓ അത് ശരി, അപ്പൊ എന്റെ സപ്പോർട്ട് വേണ്ടാന്ന് അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാടേ. പിന്നെ അമ്മ എന്ത് പറയുന്നു? അമ്മയ്ക്ക് പറയാൻ ഒറ്റ വിഷയല്ലേ ഉള്ളൂ, ദേവിക മോള്. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ശരി ചേച്ചി. ശാരി അവളെ വിളിക്കുന്നുണ്ട്. പാവം, എന്റെ കുഞ്ഞിന് എപ്പോഴും ഓരോ സങ്കടങ്ങളാ. സന്തോഷവും സങ്കടമൊക്കെ ചേർന്നല്ലേ രാധിക ജീവിതം. എന്നാലും എന്റെ മോള്. അമ്മ പേടിക്കാതെ, ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല. ആ മീര എന്ന് പോവും? ഓ മീര, അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലേ? പെൺപിള്ളാരെ പറഞ്ഞേക്കുന്ന വീട് നല്ല വീടല്ലെങ്കിൽ അമ്മമാർക്ക് ഒരു സമാധാനവും കാണില്ല. വീടിനെ കുറ്റം പറയുന്നത് എന്തിനാ? ആൾക്കാരുടെ സ്വഭാവ ദൂഷ്യം വീടിന്റെ മേലെ കൊണ്ടിടണ്ട. എല്ലാവർക്കും അല്ല, അവിടെ ഒറ്റ ഒരാൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ആ പ്രഭാന്റിക്ക്. ആ രീതിയിലൊന്നും സംസാരിക്കാതെ മോളെ. ഭഗവാൻ അവരുടെ മനസ്സിലും വെളിച്ചം കൊണ്ടുവരും. ആ
അവരുടെ മനസ്സിൽ വെളിച്ചം വീശുന്നത് കാണാൻ കാത്തിരുന്നാലേ അതൊടുക്കത്തെ കാത്തിരിപ്പായിരിക്കും. ഈശ്വര, ആ മീര ഇനിയിപ്പോ മോളെ കണ്ട എന്തായിരിക്കും നടക്കുന്നത്? ഇനി എന്തൊക്കെ നടന്നാലും ശരി, ദേവിക ചേച്ചി തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലാന്ന്. എന്തൊക്കെ നടക്കുമെന്തോ, എനിക്കൊന്നും അറിയില്ല. അമ്മ ഒന്നും അറിയണ്ട, സമാധാനത്തോടെ ഇരുന്നാ മതി. വലിയ പിടിപാടൊക്കെ ഉള്ളവരാ മീരയുടെ വീട്ടുകാര്. അതിന് അവരുടെ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കയ്യിൽ വച്ചക്കത്തേ ഉള്ളൂ. പിടിപാട് വെച്ചിട്ട് ദേവിയേച്ചി വരട്ടാന്നാണോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. വരട്ടൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിരിക്കത്തേ ഉള്ളൂ. ഞാൻ പലപ്പോഴും വിചാരിച്ചതാ എല്ലാം പറഞ്ഞോണ്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലോ ഒന്ന്. മോളെ, അങ്ങനെ ചെയ്താലേ ചിലപ്പോ അവിടെയുള്ള പലരും അകത്താകും. ചേച്ചിയുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ടാ പെൻഡിങ് വെച്ചേക്കുന്നത്. ഈ മീരയുടെ സ്വഭാവം എങ്ങനെയാ? ചൂടാകുന്ന ടൈപ്പാണോ? ഇനി മോളെ തല്ലുവോ മറ്റോ ചെയ്യോ? ഒരു വഴക്കിനിടെ എന്ത് സംഭവിക്കും? ആ മോളെ, നീ അമ്മയെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. ഞാൻ സത്യാ പറയുന്നേ, എന്ത് സംഭവിക്കാം. പക്ഷേ ചേച്ചിയെ മീര ഒരടി അടിച്ചാ മീരയ്ക്ക് 2 അടി തിരിച്ചു കിട്ടും. ഒന്ന് ചേച്ചിയുടെ വക, ഒന്ന് നന്ദേട്ടന്റെ വക. ഈശ്വര, എന്റെ മോളെ കാത്തോളണേ. ഹലോ. എടോ, ഇന്നും നമ്മൾ രണ്ടിടത്ത്. പൗർണമിക്ക് ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ക്ഷമിക്ക്. എനിക്കറിയാം, നന്ദനുള്ള അതേ സങ്കടം എനിക്കും ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. അടിപൊളി. തറയിലാണല്ലേ കിടപ്പ്? ഇവിടെ നിന്റെ കെട്ടും മട്ടും കഥാപ്രസംഗമൊക്കെ കണ്ടപ്പോ തോന്നി അമൃതേത്വം കഴിച്ച് സപ്രമഞ്ച കെട്ടിലാവും കെട്ടിലമ്മയുടെ കിടപ്പെന്ന്. ഇപ്പോഴാ നീ സെർവന്റ് ആയത്. ഹലോ ഹലോ ദേവി, ദേവി. ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ, ആരാ വന്നേന്നോ? എന്തിനോട് വന്നേ? എവിടെയും കാണുമല്ലോ, നമ്മുടെ ഉറക്കം തെറ്റിക്കാൻ ആരെങ്കിലും. വിട്ടുകൊടുക്കണ്ട, ശരിക്കും അങ്ങ് പറഞ്ഞോ. പിന്നല്ലാതെ, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഇതേ മാന്യമായൊരു കുടുംബം. സെർവന്റ് ആണെങ്കിലും ഇവിടെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ പറ്റില്ല. നീ ആരെയാ രാത്രി വിളിക്കുന്നേ? കാമുകനാണോ? കാമുകനോ? ഞാൻ എന്റെ ഭർത്താവിനെയാ വിളിക്കുന്നേ. നിനക്ക് ഭർത്താവോ? മുരളിയന് നിന്നെ കളഞ്ഞ് വേറെ കെട്ടിയില്ലേ? അവനൊരു കുഞ്ഞു ആവാൻ പോന്നു. നീ 2ാം കെട്ട് കെട്ടിയോ? 1ാം കെട്ട് തന്നെയാ. ആരെക്കാളും യോഗ്യനായ ഒരു ഭർത്താവിനെയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്.
സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവൻ. പിന്നെ ഞാനെന്ന് വെച്ചാ എന്റെ ഭർത്താവ് ചാവും. എന്റെ ഭർത്താവിനെ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എനിക്കും അങ്ങനെ തന്നെയാ. പാവം, സ്വപ്നം കണ്ട് വട്ടായി പോയല്ലേ. നീ സത്യം പറഞ്ഞാണോ നിന്റെ കല്യാണം കഴിഞ്ഞു? ആണെന്നേ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വീട്ടിലിപ്പോ നിനക്കെന്താ എത്ര സ്വാതന്ത്ര്യം? അത് അറിയേണ്ട സമയത്ത് അറിയും. ഓരോന്നിനും അതിൻ്റെതായ സമയമില്ലേ? എന്തായാലും വീട്ടുജോലിക്കാരിയല്ലേ, ആ നിലയ്ക്ക് നിന്നാ മതി. ഓ ശരി. ദേവി, ഹലോ. ഹലോ ദേവി, പറഞ്ഞു വിടാ അവളെ. ഞാൻ അവിടെ വരണോ? അയ്യോ വേണ്ട. എന്റെ ഏട്ടാ, എന്ത് ചെയ്യാനാ? ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്നതേ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വന്നതാ. നിർത്തടി ഏട്ടാ, ഒന്ന് ഹോൾഡ് ചെയ്തേ. എന്റെ മീരെ, രാത്രി ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതേ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് വളരെ മോശമാ. നിന്റെ ഭർത്താവ് എങ്ങാനും എന്റെ കൺമുന്നി വരട്ടെ, അപ്പൊ ഞാൻ പറയാം ഇവിടെ ഇത്തിരി കൂടുതലാ നിനക്കെന്ന്. ഓ ശരി, ഗുഡ് നൈറ്റ്. ആ മീരെ, ആ ഡോർ ഒന്ന് അടച്ചേക്ക്. ഹലോ. കാലക്കി, മീരെ പോയ സ്ഥിതിക്ക് ഞാനങ്ങോട്ട് വന്നാലോ? അയ്യടാ, അതെന്തിനാ? അല്ല, ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് സംസാരിക്കുന്നല്ലേ? ആണോ? അതെനിക്കറിയില്ലായിരുന്നു. ശരിക്കും ഈ റേഡിയേഷൻ വലിയ പ്രശ്നമാ. ഫോൺ കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വരാം. ആ നന്ദു പറഞ്ഞത് നേരാ, റേഡിയേഷൻ പ്രോബ്ലം ഉണ്ടാവും. കട്ട് ചെയ്തോ, ഇങ്ങോട്ട് വരണ്ട. അയ്യോ, എന്താ? എനിക്ക് വ്രതമാ, പൗർണമി വരെ. അല്ല, ബ്രഹ്മദത്ത തിരുമേനി പറഞ്ഞല്ലോ, അതൊന്നും നോക്കില്ലെങ്കിലും സാരമില്ലെന്ന്. ഇതിപ്പോ എന്റെ തീരുമാനമാ, അതനുസരിച്ചേ പറ്റൂ. ആ മീരെ ഓടിച്ച പോലെ എന്നെ ഓടിക്കുകയാണല്ലേ? തൽക്കാലം അങ്ങനെ കരുതിക്കും. ആ പിന്നെ അവളിനി അവിടെ വന്ന് ഡോറി തട്ടാതെ നോക്കിക്കോ. എന്തിന്? ഞാനവിടെ കാല് തല്ലി ഓടിക്കും. അപ്പൊ ശരി, കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഏയ് നിക്ക് നിക്ക്, എനിക്ക് നീ സംസാരിക്കണം. ഡേ കളിക്കില്ലേ ചക്ക, കിടന്നുറങ്ങ്. ഇനി അന്നത്തെ പോലെ ആന്റി വന്ന് എന്നെ ഇനിയും ചീത്ത പറയും. ആ ശരി, എന്നാ ഗുഡ് നൈറ്റ്. പെണിങ്ങിയോ? ആ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലല്ലോ. ഗുഡ് നൈറ്റ്. പെണങ്ങല്ലേട്ടോ? ഇല്ല, ശരി എന്നാ കിടന്നുറങ്ങിക്കോട്ടോ. ശരി. അടിപൊളി, സൂപ്പർ. എന്താ മുരളേട്ടാ, ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറിയോ? ദേ നോക്ക്. അയ്യോ, ഇത് ബ്രഹ്മദത്തൻ തിരുമേനിയല്ലേ? ആ അതെ, നീ വാർത്തയൊന്ന് വായിച്ചു നോക്ക്. കപടസ്വാമിയെ പുറത്താക്കി. പ്രശസ്ത സന്യാസിയായ ബ്രഹ്മദത്തൻ തിരുമേനി സ്നേഹാശ്രമത്തിൽ നിന്നും കൊച്ചുസ്വാമി എന്നറിയപ്പെട്ടിരുന്ന അന്തേവാസിയെ ബ്രഹ്മദത്തൻ തിരുമേനി പുറത്താക്കി. ആശ്രമത്തിലെ നിഷ്ഠകൾക്ക് വിരുദ്ധമായി ചെയ്ത ചില കാര്യങ്ങളെ മുൻനിർത്തിയാണ് കൊച്ചുസ്വാമിയെ പുറത്താക്കിയത്. സന്യാസ സമൂഹത്തോട് അവമതിപ്പുണ്ടാക്കുന്ന പലരും ചില ആശ്രമത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്നും അവരെ കണ്ടെത്തി പുറത്താക്കുമെന്നും ബ്രഹ്മദത്തൻ തിരുമേനി അറിയിച്ചു. അല്ല, ഈ കൊച്ചുസ്വാമിയല്ലേ ദേവികയെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് അയച്ചത്? ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ടാണെന്നല്ലേ ഇയാൾ പറഞ്ഞ്? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇയാള് പറഞ്ഞൊന്നും വിശ്വസിക്കരുതെന്ന്.
ഞാനും അയാൾ പറഞ്ഞ കാര്യം അറിഞ്ഞപ്പോ വിശ്വസിച്ചു പോയി. ഇനി അന്വേഷിക്കേണ്ടത് അയാളെ കൊണ്ട് ആര് പറയിച്ചു എന്നാണ്. അന്വേഷിച്ചെന്ന അയാളിലേക്ക് നമ്മൾ എത്തിച്ചേരും. പ്രഭാവതി. പലവട്ടം പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ തല തന്നെയാ ഇതിന്റെയൊക്കെ പുറകില്. മീരയെ നന്ദന്റെ ഭാര്യയാക്കാൻ വേണ്ടിയാ ഈ കളി അത്രയും കളിക്കുന്നത്. ഇങ്ങനെ അമ്മേ, ഈശ്വര, ഇയാള് ഇത്രയും കുഴപ്പക്കാരനായിരുന്നോ? ഈ കുഴപ്പക്കാരനെ ആദ്യം വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ അമ്മയുടെ പ്രഭകുഞ്ഞിന്റെ കാര്യവും. പ്രഭയാന്റിയുടെ സത്യവും അമ്മ ഒരിക്കൽ തിരിച്ചറിയും. അമ്മേ, ഈ കൊച്ചുസ്വാമി അവിടെ കൊണ്ടുവന്നത് പ്രഭയാന്റി ആയിരിക്കുമെന്നാ മുരളേട്ടൻ പറയുന്നത്. അല്ല മോളെ, പ്രഭകുഞ്ഞ് ആ രീതിയിലൊന്നും. ഏയ് വേണ്ട, മതി. അമ്മ ഒന്നും പറയണ്ട. അമ്മ പോണം, സമയമായി. ഗൗരി, ഇതൊക്കെ അനുഭവം വരുമ്പോ താനേ മനസ്സിലായിക്കോളൂ. എന്നാലും ആ കൊച്ചുസ്വാമിയെ ഞാനും കൈയെടുത്ത് തൊഴുതല്ലോ. അമ്മേ, ഞാൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ആ പ്രഭയാന്റിയെ എന്തിനും ഇതിന് സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. മോളെ, മോളെ, മീര, മോളെ, മീര, മീര, സമയം ഒരുപാടായി, എഴുന്നേറ്റേ. മോളെ, മീര. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ്. മോളെ ഉണരേണ്ട സമയമായല്ലോ, കാണാത്തോണ്ടാ വിളിച്ചത്. രാത്രി ഉറങ്ങാൻ വൈകി, അതാ എഴുന്നേക്കാൻ ലേറ്റായേ. എന്തു പറ്റി? ആ സെർവന്റ് കിടക്കുന്നിടത്തുനിന്ന് അവളുടെ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കി. ആരോടാ സംസാരിക്കുന്നതെന്ന് നോക്കാൻ പോയപ്പോ അവൾ അവളുടെ ഭർത്താവിനോടാ സംസാരിക്കുന്നതെന്ന്. വല്ലാത്ത തർക്കുത്തരം. അല്ല, നിങ്ങൾ തന്നെ വളം വെച്ചു കൊടുക്കുന്നേ. ആന്റി, ഇന്നലെ ഞാൻ എല്ലാവരോടും ചൂടായിട്ടൊക്കെ സംസാരിച്ചേ. ഇപ്പൊ നോർമൽ അവസ്ഥയിലാ പറയുന്നത്. അവളെ പറഞ്ഞു വിടണം. വിടാം മോളെ, അവളെ പറഞ്ഞു വിടാം. ആന്റി എന്തിനാ അവളെ പേടിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവളൊരു പാവമല്ലേ. ആ പെണ്ണിന്റെ രീതി അങ്ങനെയായി പോയിന്ന് കരുതി നമ്മളായിട്ടൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ആരാ അവളുടെ ഭർത്താവ്? ആന്റിക്കറിയാവോ? അറിയില്ല മോളെ. ആ, മോള് ബ്രഷ് ചെയ്തിട്ട് താഴേക്ക് വാ. മോളിന്ന് ഡൽഹിക്ക് പോകുന്നുണ്ടോ? പോണോ? പോണെങ്കി പോയേക്കാം. എന്നെ പറഞ്ഞേക്കാൻ തിടുക്കമാണല്ലേ? അയ്യോ, അതല്ല മോളെ. മോള് പോവുകയാണെങ്കിൽ മോൾക്കൊപ്പം ഞാനും വരാമായിരുന്നു. എനിക്ക് ബലരാമനെ ഒന്ന് കാണണമായിരുന്നു. കുറേ സംസാരിക്കാനുണ്ട്. പിന്നെ 1-2 ദിവസത്തേക്കൊരു മാറ്റവും നല്ലതാ. ശരി ആന്റി, എങ്കിൽ നമുക്ക് നാളെ പോവാം. എനിക്കും ആന്റിയോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. യാത്രക്കിടയിൽ ആന്റിയോട് ഉള്ളു തുറന്ന് സംസാരിക്കണം. എന്താ ആന്റി?
ആ മോള് റെഡിയായി താഴേക്ക് വാ. അവനിപ്പോ എന്തെടുക്കായിരിക്കും? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ? നീ ഇന്ന് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. മോളെ, എന്താ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ആന്റി? ഞാൻ മീരക്കുഞ്ഞിനോട് പറയട്ടെ നന്ദമോന്റെയും ദേവികമോളുടെയും കല്യാണം കഴിഞ്ഞതാണെന്ന്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്? വേണ്ട ആന്റി. മീരയായിട്ട് ചോദിക്കുന്ന ഒരു ഘട്ടം വരും. ആ സമയത്ത് അറിഞ്ഞാ മതി. ചിലപ്പോ പ്രഭാന്റി തന്നെ മീരയോട് സൂചിപ്പിക്കും. ആന്റി പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണത്തിനെ മീരമേടം ഉണ്ടാവും. മുരിങ്ങേരത്തോരനെ മീരമേടത്തിന് വലിയ ഇഷ്ടമാ. അതിനുവേണ്ടി പറമ്പിൽ പോയി പറിച്ചോണ്ട് വന്നതാ. അവളുടെ ഒരു മീരമേടം നാവടക്കി കൊണ്ട് നിൽക്കാമോ നിനക്ക്? ഓ അത് ശരി. അങ്ങാടി തോറ്റേന് അമ്മയോട്. ബാക്കി ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് അവരോട് തീർക്കണം. എനിക്ക് ദേഷ്യമുള്ളത് നിന്നോട് മാത്രാ. ശരി. മോളെ, ഞാൻ എന്റെ ഒരു തോന്നല് പറയട്ടെ. എന്താ? മോൾക്കും ഭാർഗവിക്കും ദേഷ്യം തോന്നരുത്. മീനാക്ഷി മനസ്സ് തോന്നുന്നതേ പറയൂ. പറയുന്നതൊക്കെ സത്യമാവുകയും ചെയ്യും. കാര്യം പറ മീനാക്ഷിമ്മേ. മീരമേടം നന്ദൻ കുഞ്ഞിനെയും കൊണ്ടേ പോകും. കൊണ്ടുപോട്ടെ.